എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് ഫ്ലോറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ ഈ ദിവസങ്ങളിൽ നമുക്ക് ക്രിയാത്മകമായ ആരോഗ്യപരമായ യാതൊന്നും തന്നെ നമുക്ക് കേൾക്കാൻ സാധിക്കാത്ത നാളുകളിൽ കൂടിയാണ് നാം കടന്നു പോകുന്നത്. കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഇഷ്ടപ്പെടുന്ന ഒന്ന് സമാധാനവും സന്തോഷവുമാണ്. അത് എത്ര കണ്ട് പബ്ലിക് നമുക്ക് പ്രദാനം ചെയ്യുന്നു. നാം അടക്കമുള്ളവർ ഓരോന്നും നമുക്കായി സമ്മാനിക്കുന്ന, നമുക്ക് വേണ്ടി ഒരുക്കുന്ന, നമ്മുടെ നല്ലതിനു വേണ്ടി ശ്രമിക്കുന്നത് ഏതൊക്കെ രീതിയിലാണ്, അത് ശരിയായ ദിശയിലാണോ അല്ലെങ്കിൽ മോശമായ ദിശയിലാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. നാം രാവിലെ പത്രമെടുക്കുമ്പോൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ആരോഗ്യകരമായ ഒന്നും ശ്രമിക്കുന്നില്ല. അവിടെ കൊലവിളികളും പരിഹാസവാക്കുകളും ഒരു രീതിയിലും പരിഷ്കൃതമല്ലാത്ത പ്രവർത്തനങ്ങളെക്കുറിച്ചും പ്രവൃത്തികളെക്കുറിച്ചുമൊക്കെയാണ് നാം കേൾക്കേണ്ടി വരുന്നത്. ഇത്ര ചീഞ്ഞു നാറിയ ഒരവസ്ഥയിൽ നാം എത്തപ്പെട്ടത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ രാഷ്ട്രീയക്കാരുടെ ചീഞ്ഞു നാറിയ കളികളാണ്. പ്രായമായവർ പോലും അറയ്ക്കുന്ന തരത്തിൽ, കുഞ്ഞു കുട്ടികൾ വരെ അറയ്ക്കുന്ന തരത്തിലുള്ള സംസാര ശൈലികളും പ്രഖ്യാപനങ്ങളും വെല്ലുവിളികളും നിറഞ്ഞ ഒരു നാളായിപ്പോയി. പ്രത്യേകിച്ച് ഇന്ന് കേരളത്തിൽ. മറ്റൊരു സ്റ്റേറ്റിലേക്ക് കടന്നെത്തിയാൽ ഇങ്ങനെയുള്ള ഒരു ഭൂകമ്പവും ഒരു ഇടിയും മിന്നലും അവിടെ നടക്കാറില്ല. ഇവിടെ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ അട്ടഹാസം നടത്തുന്നു. സ്ത്രീകൾ അവരുടെ തോന്നിയവാസം കാണിക്കുന്നു, ഇഷ്ടമുള്ളവരെ സ്നേഹിക്കുന്നു, ഇഷ്ടമുള്ളവരെ കമ്പനി അടിക്കുന്നു. എല്ലാവരും ഒരു ഈക്വൽ സെൻസോടുകൂടെ സുഖമായാലും ദുഃഖമായാലും ജീവിക്കുന്ന ഇവർ ഒരു സുപ്രഭാതത്തിൽ നേരെ കാലുമാറി മറുചേരിയിൽ ചേർന്ന് നിന്ന് ഇവരുടെ അനുഭവങ്ങളെ മറ്റുള്ളവർക്ക് പകർത്തി കൊടുത്ത് അതിനുള്ള പാരിതോഷികവും വാങ്ങി വേണ്ട എല്ലാ കുന്നായ്മകളും കാട്ടിക്കൂട്ടുന്ന ഒരു ലോകത്തിലല്ലേ നാം ഇന്ന് ജീവിക്കുന്നത്, മലയാളികളായ നമ്മൾ പ്രത്യേകിച്ചും. ഇനി നമുക്കാണ് ഓണാഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. കുട്ടികളുടെ ഉല്ലാസ നാളുകളാണ്. അത് നല്ല ദിശയിലല്ല. ഇവിടെ ഇവർക്ക് ഒരു ചില കുട്ടികൾക്ക് അവർക്ക് ഓണം ആഘോഷവും പൊടിക്കണമെങ്കിൽ, പൊടിപൂരമാക്കണമെങ്കിൽ അവർക്ക് കുറച്ച് മയക്കുമരുന്നൊക്കെ ആവശ്യമായി വേണ്ടിവരും. അതിവിടെ അനായാസം കിട്ടുന്ന രീതിയുമാണ്. ഈ നാട്ടിലുള്ള എക്സൈസ് അവരൊക്കെ എത്ര വിചാരിച്ചാലും ഒരു പരിധിവരെ ഇവരെ പിടിക്കപ്പെടാൻ സാധിക്കുകയുള്ളൂ. മടുത്തൊരു സംവിധാനമാണ് ഇന്ന് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാതാപിതാക്കളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിളിച്ച് വരും വരായികകളും തെറ്റുകളും ശരികളും അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഒരു പരിധി വരെ ചെറിയ രീതിയിലെങ്കിലും ആകുന്നൊരു മാറ്റം നിങ്ങളുടെ കുട്ടികൾക്കുണ്ടാകും. കാരണം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അവർ ബന്ധപ്പെടുന്ന അവരുടെ സുഹൃത്തു വലയങ്ങൾ ഏത് രീതിയിലുള്ളതാണെന്ന് മാതാപിതാക്കൾ കണ്ടറിയേണ്ടതാണ്. നയപരമായി സ്നേഹത്തോടെ കുഞ്ഞുങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ നല്ല വഴിക്ക് നിയന്ത്രിക്കുക. കാരണം ഇപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളും രാഷ്ട്രീയം വളർത്തുകയാണ്. എങ്കിൽ മാത്രമേ രാഷ്ട്രീയക്കാർക്ക് ജീവിക്കാൻ പറ്റൂ. ആരും സാക്രിഫൈസ് ചെയ്യുന്നില്ല. ഒരു വ്യക്തികൾ പോലും രാഷ്ട്രീയത്തിലുള്ളവർ എന്നുള്ളത് അവർക്കില്ല. അവർക്ക് ക്ഷമിക്കാൻ അറിയില്ല. അവർക്ക് പ്രതിഷേധിക്കാൻ മാത്രമേ അറിയൂ. നല്ല മലയാളം വാക്കുകൾ ഉപയോഗിച്ച്, ദ്വയാർത്ഥങ്ങളുള്ള പദങ്ങൾ ഉപയോഗിച്ച് അവരെന്തും ചെയ്യാൻ കൂട്ടാക്കാതിരിക്കുകയാണ്. പ്രായമായവരുണ്ടെങ്കിലും അവരും മത്സരിക്കുകയാണ്. ഒന്ന്
മുഖ്യമന്ത്രിയാകാനോ മന്ത്രിയാകാനോ. ചെറുപ്പക്കാരുണ്ടെങ്കിൽ അവരതിനും സ്മാർട്ട് കാണിക്കുന്നു. പക്ഷേ ഒരു ധാർമ്മികത ഇവർ ആരും കാണിക്കുന്നില്ല. സോ പ്രിയപ്പെട്ട രാഷ്ട്രീയക്കാരോടും മറ്റുള്ള നേതാക്കളോടും ഒരിക്കൽ കൂടി പറയുന്നു, കേരളത്തെ നശിപ്പിക്കാതിരിക്കുക, സമൂഹത്തിന് നല്ല ദിശ പകർന്നു കൊടുക്കുക, അധികാരം മോഹിച്ച് നിങ്ങളൊന്നും ചെയ്യാതിരിക്കുക, നിങ്ങൾ നല്ലത് ചെയ്യുക, നിങ്ങൾക്ക് മാനസികമായി ഒരു സംതൃപ്തി നിങ്ങൾക്കുണ്ടാകും. ഓണക്കാലത്ത് കഴിവതും മോശമായ പ്രഖ്യാപനങ്ങൾ നടത്താതെ നല്ല പ്രഖ്യാപനങ്ങൾ നടത്തുക, മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുക. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ.